ഹായ്, ഞാൻ ഷാബ ബാസി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ കൊള്ളയെ കുറിച്ചാണ്. കൊള്ളയല്ല, പിടിച്ചുപറിയെ കുറിച്ചാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫ്ലിപ്പ് ഫോൺ വാങ്ങിക്കണം. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. ഫ്ലിപ്പ് 5. ഇതാണ്ട ഇന്നിപ്പോ ഈ ഫ്ലിപ്പ് 5യുടെ അവസ്ഥ കണ്ടോ? ഇതാണ് ഫ്ലിപ്പ് 5യുടെ അവസ്ഥ. കണ്ടോ? എല്ലാരും കണ്ടോ? ഇത് വാങ്ങി 3 മാസം ആയപ്പോഴത്തേനും ഇതില് ഡിസ്പ്ലേ പോയി, ഇതിന് കംപ്ലൈന്റ് ആയി. വാറണ്ടി ഉള്ളതുകൊണ്ട് അന്ന് അവർ അത് തിരിച്ച് നന്നാക്കി തന്നു. അത് കഴിഞ്ഞ് 1 വർഷവും 3 മാസം ആയതും വാറണ്ടി കഴിഞ്ഞു. 1 വർഷത്തെ വാറണ്ടിയില് 3 മാസം ആയപ്പോഴത്തേനും വീണ്ടും അതിന്റെ ഡിസ്പ്ലേ പോയി, കംപ്ലൈന്റ് ആയി. ഞാൻ കാണിച്ചപ്പോ പറഞ്ഞു പൈസ കൊടുക്കണം എന്ന്. 27,000 രൂപ. 1,10,10,000 രൂപ കൊടുത്ത് വാങ്ങിയ ഈ ഫോൺ ഞാനിത് നന്നാക്കണമെങ്കിൽ പിന്നെ 27,000 രൂപ കൊടുക്കണം. അതും റിസ്ക് ആണ്. 27,000 രൂപ കൊടുത്താൽ എത്ര നാൾ ഇത് ജീവനോടെ ഇരിക്കുന്നറിയില്ല. 1 മാസം അല്ലെങ്കിൽ 3 മാസം, അതിനപ്പുറം ഇത് ഇരിക്കുമെന്നുള്ള ഉറപ്പ് അവർക്ക് പോലും ഇല്ല. ഇത് ഞാൻ ആരോട് പരാതിപ്പെടണം? ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഈ ഫോൺ എന്തിനാണ് പിന്നെ ഞാനിത് കമ്പനിക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇപ്പോഴും ഇറക്കുന്നുണ്ട് ഫ്ലിപ്പും എല്ലാം. ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അതേപോലെ ഞാൻ വാങ്ങിയ വേറൊരു ഫോണാണ് S23 അൾട്ര. കൊട്ടിഘോഷിച്ച ഫോൺ. ചന്ദ്രനെ വരെ സൂം ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഈ ഫോണിന്റെ അവസ്ഥ കണ്ടോ? ഇതെന്തുകൊണ്ടാ വന്നത്? സാംസങ് കൊടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തപ്പോൾ. എന്തിനാണ് ഈ സാംസങ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുക്കുന്നത്? പണ്ട് ഈ OnePlusനായിരുന്നു ഈ ചീത്തപ്പേരുണ്ടായിരുന്നത്. എന്നാൽ OnePlus ചെയ്തത് അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂന്റെ കാര്യം അവർ തന്നെ പരിഹരിച്ചു. അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുത്തു. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഈ ഫോൺ കൊണ്ടുവന്ന് ഇതിന്റെ കംപ്ലൈന്റ് നോക്കുന്നതിന് മാത്രം 236 രൂപ. കണ്ടോ? എന്റെ കയ്യിലുണ്ട്. അത് എല്ലാവരെയും മേടിക്കുവാണ്. എന്തിനാണ് ഇത് വാങ്ങിക്കുന്നത്? അവർക്കിതറിയില്ലേ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നപ്പോഴാണ് സംഭവിച്ചതെന്ന്? എന്നാലും അവർ പിടുങ്ങാനിരിക്കുവാണ്, കൊള്ളയടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ ഡിസ്പ്ലേ പോയെന്ന്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പോയെങ്കിൽ പിന്നെ എന്തിനാ അവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തായിരുന്നു? അത് ഡിസ്പ്ലേ പോയി, അത് മാറ്റണമെങ്കിൽ പിന്നെയും പൈസ കൊടുക്കണം. എസ്റ്റിമേഷൻ ബില്ല് 18,000 രൂപ. ഈ ഫോണിന്റെ വില എന്ന് പറയുന്നത് 1,20,000 രൂപ. ഇതിന്റെ EMI പോലും അടഞ്ഞു തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഈ ഫോൺ ഉപയോഗമില്ലാതായിരിക്കുന്നു. 2 ഫോണും. ഇത് ഞാൻ ആരോട് പരാതിപ്പെടും? കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടാൻ പോവുകയാണ്. പക്ഷെ അത് എത്ര നാൾ എടുക്കും എന്നറിയില്ല. കോർട്ടും വിധിയും വരുന്നവരെ കാത്തിരിക്കുമ്പോൾ തന്നെ വീണ്ടും പൈസ ഒരുപാടാകും. ഇതൊക്കെ ഞാൻ ആരോട് പരാതിപ്പെടും? ഇവിടുത്തെ വ്യവസ്ഥയോടോ, സിസ്റ്റത്തോടോ? നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ തന്നെ ചിന്തിക്കൂ.